നമസ്കാരം. പ്രധാന വാർത്തകൾ. ജയിലിലായാൽ മന്ത്രിമാരെ പുറത്താക്കുന്ന ബിൽ ലോക്സഭയിൽ. അമിത്ഷാ ബിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ. പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലെന്ന് പ്രതിപക്ഷം. ബിൽ കീറിയെറിഞ്ഞ് പ്രതിഷേധം. ബില്ലിനെ പിന്തുണച്ച് ശശി തരൂർ. ഭരണഘടനാ ഭേദഗതി ബില്ലും അവതരിപ്പിച്ചു. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. റബ്ബർ വേടന് താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ് ഹൈക്കോടതി. കൂടുതൽ തെളിവുകൾ നൽകാൻ പരാതിക്കാരിക്ക് സാവകാശം. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി NCERT 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തും. സംസ്ഥാന സ്കൂൾ കായികമേളയിലും ഇനി സ്വർണ്ണക്കപ്പ്. സ്കൂൾ ഒളിമ്പിക്സിലെ കപ്പ് നൽകുക ഒന്നാമതെത്തുന്ന ജില്ലയ്ക്ക്. മലപ്പുറത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ചേളാരിയിലെ 11 വയസ്സുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ജയിലിലായാൽ മന്ത്രിമാരെ പുറത്താക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ബിൽ അവതരിപ്പിച്ചത്. പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുന്ന ബില്ലെന്ന് പ്രതിപക്ഷം. ബിൽ കീറിയെറിഞ്ഞ് പ്രതിഷേധം. എന്നാൽ ശശി തരൂർ ബില്ലിനെ അനുകൂലിച്ചു. तथा जम्मू कश्मीर पुनर्गठन अधिनियम 2019 का संशोधन करने वाले विधेयकों को माननीय अध्यक्ष जी द्वारा नाम निर्दिष्ट किए जाने वाले इस सभा के 21 सदस्य और माननीय उपसभापति द्वारा नाम निर्दिष्ट किए जाने वाले राज्यसभा के 10 सदस्यों को मिलकर बनने वाली संयुक्त समिति को सौंपा जाए. संयुक्त समिति വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഈ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നത്തെ സഭാ നടപടികൾ എങ്ങനെയാണ്? ഈ ബില്ലിനെ അനുകൂലിച്ച് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. അത് പ്രതിപക്ഷത്തെ എങ്ങനെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത്? ഒപ്പം ഇന്നത്തെ സഭാ നടപടികൾ എങ്ങനെ? വിവരങ്ങൾ. അശ്വതി, ബഹളത്തിനിടയിലും രണ്ട് ബില്ലുകൾ, ഒരു ബില്ല് പാസ്സാകുകയും ഒരു ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയും ചെയ്തുകൊണ്ട് സഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് രാജ്യസഭയും ലോക്സഭയും ചേരും. നാളെ കൊണ്ട് സഭാ സമ്മേളനം അവസാനിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് തന്നെയാണ്. ഭരണഘടനയെ 130ാം അനുച്ഛേദം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് 30 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ 30 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ ആ മന്ത്രിയെ അയോഗ്യനാക്കണം, അല്ലെങ്കിൽ 31ാമത്തെ ദിവസം സ്വാഭാവികമായും അയാൾ പദവിക്ക് പുറത്താകും എന്നുള്ളതാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് അവരുടെ രാജി എഴുതി വാങ്ങേണ്ടത്. മുഖ്യമന്ത്രിയുടെ രാജിയാണെങ്കിൽ സ്വാഭാവികമായും ഗവർണർക്ക് രാജി എഴുതി വാങ്ങാം, രാജി സമർപ്പിക്കാം. അങ്ങനെ അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ 30ാമത്തെ ദിവസം 31ാമത്തെ ദിവസം സ്വാഭാവിക നടപടിക്രമം ഈ ബില്ലിന്റെ പ്രതിഫലനം എന്നതിൽ തന്നെ അവർ പദവിയിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് പ്രധാനമന്ത്രിയാണെങ്കിലും കേന്ദ്രമന്ത്രിയാണെങ്കിലും കേന്ദ്രമന്ത്രിമാരാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതി തരത്തിൽ തന്നെയാണ് ബില്ലിൽ വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു കേസ് കൊടുത്ത് ആ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിന്റെ വിചാരണ നടപടിയിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായും ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. തുടക്കത്തിൽ തന്നെ അത് 30 ദിവസം ജാമ്യം കിട്ടാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ പോലും അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ 2 വർഷം വരെ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ, ജയിലിൽ കിടക്കുകയാണെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കും. ഇതിന് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന തരത്തിലാണ് ക്രമീകരണമെങ്കിൽ അതിന് മാറ്റിക്കൊണ്ടാണ് ഈ ഭേദഗതി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലടക്കം ഇത് കണ്ടതാണ്. പക്ഷെ അന്ന് ആ സമയത്ത് ഈ പറയുന്നത് പോലെ നിയമം ഉണ്ടായിരുന്നില്ല, ഇത്തരത്തിലൊരു ഭേദഗതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് നടക്കാതെ പോയത്. അത് മനസ്സിലാക്കിയാണ് BJP ഇത്തരം ഒരു തന്ത്രം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ബില്ലിന്റെ കോപ്പി വലിച്ചു കീറുന്ന ഒരു തരത്തിലെ, അത് വലിച്ചെറിയുന്ന തരത്തിലേക്ക്, കീറിയെറിയുന്ന തരത്തിലേക്കൊക്കെ തന്നെ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക, ലോക്സഭ സാക്ഷ്യം വഹിക്കുന്ന തരത്തിലേക്ക് വന്നു. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൈക്ക് തട്ടിപ്പറിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോൾ ഇരുകൂട്ടരും ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത് കാത്തു സൂക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കാരണം സ്വാഭാവികമായും അഴിമതി തടയുകയാണ് ലക്ഷ്യം. ഇങ്ങനെ നിലവിലെ നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അഴിമതി ചെയ്യുന്നതിൽ നിന്ന് മന്ത്രിമാർ പിന്നോട്ട് പോകും. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കമുണ്ടായാൽ ശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് പുറത്താക്കപ്പെടുമെന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതിനെ എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ഏതായാലും ബില്ല് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെയാണ് തീരുമാനമുണ്ട്. പക്ഷെ അതിൽ കാര്യമായ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ബില്ല് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച വലിയ നേട്ടം തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകും. പക്ഷേ സ്വാഭാവികമായി ഇതിനു മുൻപ് പല നിയമ പോരാട്ടം, പലതരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ അത് പാർലമെന്റ് അകത്ത് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അത് നിയമ പോരാട്ടത്തിലേക്ക് പോവുകയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും പല്ലും നഖവും ഉപയോഗിച്ച് ഈ ബില്ലിനെ നഖശിഖാന്തം എതിർക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം നിലപാടെടുത്തുന്നത്. പക്ഷേ ആ നിലപാടിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സർക്കാരിന്റെ കയ്യിലാണ്, BJPയുടെ കയ്യിലാണ്. അവർ കൃത്യമായി തന്നെ അത് നടപ്പിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ ഈ ബില്ലിനെ കാണേണ്ടി വരും. ഒരു തരത്തിലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇത് കൃത്യമായി തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJPയും കേന്ദ്ര സർക്കാരും ആവർത്തിക്കുന്നത്. ശരി, കെ പ്രശാന്ത് വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് നൽകിയത്. അതേസമയം ബിൽ പരിശോധിക്കാനുള്ള സമയം പോലും നൽകാതെയാണ് സർക്കാർ പാസാക്കിയതെന്ന് MP NK പ്രേമചന്ദ്രൻ. ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. കെജ്രിവാളിനെതിരെ നടത്തി പരാജയപ്പെട്ട നീക്കം നിയമത്തിലൂടെ നടത്താനാണ് ശ്രമമെന്നും NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. 2 ദിവസം മുമ്പ് ബില്ല് സർക്കുലേറ്റ് ചെയ്യണം, അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് ശേഷമാണ്, ഇന്ന് 1 മണിക്ക് ശേഷമാണ്, വെളുപ്പിന് 1 മണിക്ക് ശേഷമാണ് ബിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള വലിയ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ബിൽ, ഭരണഘടനാ ഭേദഗതി നിയമം പോലും അംഗങ്ങൾക്ക് പ്രാഥമിക പരിശോധന പോലും നടത്താനുള്ള അവസരം ലഭിക്കാതെ ഏകപക്ഷീയമായി സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബിൽ അവതരണം സതുദ്ദേശപരമല്ല, ദുരുദ്ദേശപരമാണ്. BJP ഇതര ഗവൺമെന്റുകളെ അട്ടിമറിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫെഡറലിസത്തിനെതിരാണ് എന്ന് പറയാനുള്ള കാരണം, ഒരു മന്ത്രി തന്റെ മന്ത്രിസഭയിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വിവേചനാധികാരമുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്കുമാണ്. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി. ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരികയാണ് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടോടുകൂടി ബിൽ സഭ പാസാക്കി. ഓൺലൈൻ ഗെയിമിംഗിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലായിരുന്നു ബിൽ സഭ പാസാക്കിയത്. ഓൺലൈൻ സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്ന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംരക്ഷിക്കുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ഓൺലൈൻ വാതുവെപ്പുകൾക്ക് ശിക്ഷയും പിഴയും പുതിയ നിയമത്തിലൂടെ ഉറപ്പുവരുത്തും. പണം വെച്ചുകൊണ്ടുള്ള എല്ലാ ഓൺലൈൻ ഗെയിമുകൾക്കും നിയന്ത്രണം വരും. പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവർക്കും ശിക്ഷ നൽകുന്ന വ്യവസ്ഥ കൂടി ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം അനധികൃത വാതുവയ്പുകൾക്ക് 7 വർഷം വരെ തടവും പിഴയും ശിക്ഷയുമുണ്ട്. വിദേശ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിലവിൽ നികുതി ഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ മുതൽ ഓൺലൈൻ ഗെയിമുകൾക്ക് 28% GST ചുമത്തിയിരുന്നു. നിലവിൽ ഇത് 40% ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ട് മോഷണം നടന്നു എന്നത് സത്യമാണെന്നും ബീഹാറിന്റെ പ്രതിഷേധവും പ്രതിരോധവുമാണ് ഇപ്പോൾ കാണുന്നതെന്നും രാഹുൽ ഗാന്ധി MP. കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. सब लोग कह रहे हैं वोट चोरी वोट चोरी वोट चोरी, और ये रियलिटी है. वो जो इलेक्शन चोरी करने की कोशिश हो रही है, तो बिहार का रेजिस्टेंस आ रहा है, बहुत बढ़िया आ रहा है, और जोरों से आएगा. पूरे देश का रेजिस्टेंस आएगा. सर, सरकार जो बिल लेकर आ रही है,
കർണാടകയിലെ ചിത്രദുർഗയിൽ 20-കാരിയെ കൊല ചെയ്ത് കത്തിച്ച കേസിൽ പ്രതി ചേതൻ പിടിയിൽ. വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്തിയതാണ് കൊലപാതകത്തിന് കാരണം. നഗ്നമാക്കപ്പെട്ട ശരീരം പാതി കത്തിയ നിലയിലായിരുന്നു. തിരിച്ചറിയാതിരിക്കാനാണ് മൃതദേഹം കത്തിച്ചത്. പെൺകുട്ടിയുമായി പ്രതിക്ക് 2 വർഷത്തെ അടുപ്പമുണ്ടായിരുന്നു. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയുടെ മൃതദേഹം റോഡരികിലാണ് കണ്ടെത്തിയത്. പെൺകുട്ടി ഓഗസ്റ്റ് 14-ന് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ ശേഷം കാണാതായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിത്രദുർഗയിൽ വ്യാപകമായി പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ ആക്രമിച്ച രാജ്കോട്ട് സ്വദേശി രാജേഷ് കിംചിക്കെതിരെ വധശ്രമത്തിന് കേസ്. ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സമ്പർക്ക പരിപാടിക്കിടെ പരാതിക്കാരൻ എന്ന വ്യാജേനെ ആക്രമിക്കുകയായിരുന്നു. പേപ്പർ നൽകുന്നതിനിടെ മുഖത്ത് അടിക്കുകയായിരുന്നു. പരിക്കേറ്റ മുഖ്യമന്ത്രിയെ GTB ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവം ഖേദകരമെന്ന് പറഞ്ഞ കോൺഗ്രസ് സുരക്ഷാ വീഴ്ചയെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയൊരുക്കാൻ ഡൽഹിയിലെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആക്രമണത്തെ അപലപിച്ച് BJP രംഗത്തെത്തി. റാപ്പർ വേടന് താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ് ഹൈക്കോടതി. കൂടുതൽ തെളിവുകൾ നൽകാൻ പരാതിക്കാരിക്ക് സാവകാശം. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. രാജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്? തിങ്കളാഴ്ചയാണല്ലോ വീണ്ടും കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? അശ്വതി, ഇന്ന് പ്രധാനമായും ഈ പരാതിക്കാരി കക്ഷി ചേർന്നിട്ടുള്ള വാദമായിരുന്നു. പരാതിക്കാരിയുടെ വാദം പ്രധാനമായും വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു, അതിനുശേഷം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോടതി മറുചോദ്യം ചോദിക്കുന്നത്, ഇങ്ങനെയാണ് ഇത്രയും കാലം ഒരു സ്നേഹബന്ധം തുടർന്നിട്ട് അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളത് മാത്രമായി എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാകുന്നത്? ഒരുമിച്ച് ജീവിച്ച ശേഷം പിന്നീട് അത് ബലാത്സംഗം എന്ന് ആരോപിച്ച് പരാതി നൽകിയാൽ അത് നിയമപരമായി അതിന് സാധുതയുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് കോടതി മറുചോദ്യമായി ചോദിച്ചത്. അപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മറ്റു യുവതികൾ അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ വേടനെതിരെ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്, ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യമാണ്. അത് ആ ഒരു ഇതിന് മറുപടിയായി കോടതി പറഞ്ഞത്, അങ്ങനെ പല കേസുകളുണ്ടാവും, ആ കേസുകളും ഈ കേസും കൂടി കൂട്ടിക്കുഴയ്ക്കാനാവില്ല. ഈ കേസിൽ ഈ യുവതി നൽകിയിട്ടുള്ള പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അത് മാത്രമേ ഈ കേസിൽ പരിഗണിക്കാനാവൂ. പിന്നീട് അടുത്ത ഒരു വാദം, ഇതിൽ ഫേസ്ബുക്കിൽ കൂടെ പല വെളിപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറഞ്ഞ അങ്ങനെ ഫേസ്ബുക്കിൽ ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ നടന്ന പേരിൽ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് തെളിവായി സ്വീകരിച്ചുകൊണ്ട് കോടതിക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാവുമോ? ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. അതിനുശേഷം കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ ഉള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലും കോടതി ചില കേസുകളിൽ നടപടിയെടുത്തിട്ടുണ്ട് എന്നെല്ലാം വാദിച്ചപ്പോഴാണ് പരാതിക്കാരിയുടെ അഭിഭാഷകയ്ക്ക് ഒരു വിശദമായ വാദം കേൾക്കാനായി അടുത്ത തിങ്കളാഴ്ച വരെ സമയം നൽകിയത്. ബുധനാഴ്ച വരെയാണ് അവർ സമയം ആവശ്യപ്പെട്ടത്. പക്ഷെ അത്രയും നീട്ടി നൽകാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തിങ്കളാഴ്ച വരെ അവർക്ക് സമയം അനുവദിച്ചു, മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കുവാൻ. ഇതാണ് ഇന്ന് കോടതിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയുടെ തീർപ്പ് വരെ, ഈ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാകുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് നിർദ്ദേശവും നൽകി. ശരി, വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് നൽകിയത്. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോ അരി വീതം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. വിദ്യാർത്ഥികൾക്കുള്ള അരി സപ്ലൈകോയുടെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്നും നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അരി സ്കൂളുകളിൽ നേരിട്ടെത്തിച്ച് നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്. NHM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച ആശാപ്രവർത്തകർ. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ഡയറക്ടർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ആശാപ്രവർത്തകർ നിവേദനം നൽകി. സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകർ പങ്കെടുത്തു. തുടങ്ങിയ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപകൽ സമരത്തിന്റെ 193ാം ദിവസമാണ് ആശാപ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇതൊരു പ്രഖ്യാപനത്തിലൂടെ, ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ നടക്കില്ല എന്ന് നമുക്കറിയാം. അതിന്റെ കാലാൽപ്പടയായി പ്രവർത്തിച്ചിരുന്ന ആശാപ്രവർത്തകരാണ് ഇന്നിപ്പോൾ ഈ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തിലധികമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര
സർക്കാർ ആനുകൂല്യ വർധനവ് പ്രഖ്യാപിച്ചിട്ടും ആശമാരോട് സംസ്ഥാന സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുകയാണെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. കേന്ദ്രം ആശമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കേരളവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയടക്കം പല മന്ത്രിമാരും പൊതുമധ്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണെന്നും ബിന്ദു വ്യക്തമാക്കി. കേന്ദ്രം കൂട്ടിയാൽ ഞങ്ങൾ കൂട്ടാമെന്ന് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി അടക്കം. കേന്ദ്രം കൂട്ടിയിട്ട് ഏപ്രിൽ 4-ാം തീയതി കേന്ദ്രം കൂട്ടി. ഇതുവരെ അവർ അറിഞ്ഞില്ലത്തെ. ഇവിടെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പറയുന്ന ആശമാർക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത്, ആശമാരെ ചേർത്ത് പിടിക്കുന്നത്, ആശമാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് അത്രേ കേരളത്തിലെ. പക്ഷെ ആരോഗ്യമന്ത്രി ഇതുവരെ അറിഞ്ഞില്ല. നമ്മൾ നടത്തുന്ന സമരത്തിലൂടെ ശ്രീ NK പ്രേമചന്ദ്രൻ കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തി. അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പുറത്തു വന്നപ്പോഴാണ് കേരളത്തിലെ ആശമാരെ ചേർത്ത് പിടിക്കുന്ന ആരോഗ്യമന്ത്രി അറിയുന്നത്. 2 ആഴ്ച മുൻപ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പണിമുടക്ക് പ്രഖ്യാപിച്ച് NHMന് നിയമപരമായി നോട്ടീസ് നൽകിയിരുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്തുടനീളം ആശമാർക്ക് സർക്കാർ പരിശീലന പരിപാടി പ്രഖ്യാപിച്ചത് സമരം പൊളിക്കാനാണെന്നും ആശമാർ ആരോപിച്ചു. സമരം ജനാധിപത്യപരമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും സജീവമായി ഗ്രൂപ്പ് പോര്. സൗത്ത് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സമ്പർക്ക യാത്രയിൽ നിന്നും നഗരത്തിൽ ഉണ്ടായിട്ടും ചാണ്ടിയുമ്മൻ വിട്ടുനിന്നതാണ് വിവാദമായത്. ചാണ്ടിയുമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നുവെങ്കിൽ അത് തെറ്റാണെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. അതേസമയം താൻ പരിപാടി ഏറ്റിരുന്നില്ല എന്നാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം. വിവാദത്തിനിടെ ചാണ്ടിയുമ്മൻ DCC ഓഫീസിലെത്തി പ്രവീൺകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ സൗത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് നടത്തിയ യുവജന സമ്പർക്ക യാത്രയിൽ പങ്കെടുക്കാൻ ചാണ്ടിയുമ്മൻ നഗരത്തിലുണ്ടായിട്ടും എത്താത്തതാണ് വിവാദമായത്. തുടർന്ന് രമ്യ ഹരിദാസ് ആണ് പരിപാടിയിൽ പങ്കെടുത്തത്. ചാണ്ടിയുമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്നുമായിരുന്നു DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രതികരണം. ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടിയുമ്മൻ ബോധപൂർവമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട ചാണ്ടിയുമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടി താൻ ഏറ്റിരുന്നില്ലെന്ന് പ്രതികരിച്ചു. സാഹചര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത്. രമ്യ ഹരിദാസ് ആണ് പരിപാടി ഏറ്റെടുത്തത്. DCC പ്രസിഡന്റ് വിശദീകരണം തേടിയത് പാർട്ടിയിൽ തീർത്തോളാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒറ്റ ദിവസത്തേക്ക് ദുബായി പോയ ആൾ, ഇതൊരു ഏറ്റ പരിപാടിയല്ല. ഇപ്പം ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ, കാരണം ഇന്നലെ തന്നെ ഞാൻ അറിയിച്ചു, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണതാ രമ്യ ഹരിദാസിൻ്റെ ഫോട്ടോ ചേർത്തുള്ള പരിപാടിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. DCC അധ്യക്ഷന്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം, ഞങ്ങൾ പാർട്ടി പറഞ്ഞോളാം. ശേഷമാണ് ചാണ്ടിയുമ്മൻ DCC ഓഫീസിലെത്തി K പ്രവീൺകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രശ്നത്തിന് കാരണമെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. എൻ്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. DCC എന്തിനാ ക്ഷണിക്കുന്നതിന്? DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCCയുടെ പരിപാടിയാണോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമോ ചോദിച്ചു, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. കോഴിക്കോട്ടെ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ തുടർച്ചയാണ് ചാണ്ടിയുമ്മന്റെ നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. സൗത്ത് മണ്ഡലം ഷാഫി പറമ്പിലിനൊപ്പമാണ് എന്നതുകൊണ്ട് T സിദ്ദിഖ് ചാണ്ടിയുമ്മനെ വിലക്കിയെന്ന രീതിയിലുള്ള ചർച്ചയാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരള സ്കൂൾ ഒളിമ്പിക്സിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകാനൊരുങ്ങി സർക്കാർ. സെപ്റ്റംബറിലാണ് ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത്. സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണം ഏൽപ്പിച്ചതായി മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, കുട്ടികൾക്ക് പ്രചോദനമാകുന്ന തീരുമാനം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്? വിവരങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവ മാതൃകയിൽ തന്നെ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലും സംഘാടക സമിതിയുടെ രൂപീകരണ യോഗത്തിൽ വെച്ചാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ഒളിമ്പിക്സിലും ഇത്തവണ സ്വർണ്ണക്കപ്പ് തന്നെ നൽകും എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ നൽകുന്നത്. ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ചാണ് സെപ്റ്റംബറിൽ, അടുത്ത മാസം സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇത്തവണ തന്നെ കപ്പ് നൽകും എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. 3 കിലോ ഭാരം വരുന്ന
സ്വർണ്ണ കപ്പാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അല്പം മുമ്പ് നടന്ന ഒളിമ്പിക്സ് രൂപീകരണ യോഗത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് ഇത് സ്കൂൾ ഒളിമ്പിക്സ് എന്ന രൂപത്തിലേക്ക് മാറ്റിയത്. ഗെയിംസും അതുപോലെ തന്നെ അത്ലറ്റിക്സും ഒന്നിച്ചാക്കിക്കൊണ്ട് സ്കൂൾ ഗെയിംസ് എന്ന രീതിയിലേക്ക് കായികോത്സവത്തെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് തന്നെ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ ഈ വർഷം മുതൽ അത് നടപ്പാക്കുകയാണ് എന്ന് മന്ത്രി പറയുന്നു. അതിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും സംസ്ഥാന കലോത്സവം പോലെ സ്കൂൾ കലോത്സവം പോലെ തന്നെ ഇപ്പോൾ കായികോത്സവം അത് സ്കൂൾ ഒളിമ്പിക്സിനും സ്വർണ്ണക്കപ്പിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒരു പ്രൗഢി കൂടി ഇത്തവണ മുതൽ കേരളത്തിന് സ്കൂൾ കായികോത്സവത്തിന് ഉണ്ടാവുകയും ചെയ്യും. 3 കിലോ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് ഈ വർഷം മുതൽ അടുത്ത മാസം സെപ്റ്റംബറിൽ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകും എന്ന കാര്യമാണ് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി. മറ്റു വാർത്തയിലേക്ക്. പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വട്ടിപ്പലിശക്കാരിയായ അയൽവാസിയിൽ നിന്നും ഭീഷണിയുണ്ടായതിനെ തുടർന്നായിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസ്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെയാണ് കേസ്. മുതലും പലിശയും തിരികെ നൽകിയിട്ടും ഭീഷണി തുടർന്നതായി മരിച്ച ആശ ബെന്നിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ ചാടി ആശാ ബെന്നി ജീവനൊടുക്കിയത്. അയൽവാസിയിൽ നിന്നും കടം വാങ്ങിയ പണം മുതലും പലിശയും സഹിതം തിരികെ നൽകിയിട്ടും ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനാലായിരുന്നു ആത്മഹത്യയെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് കണ്ടെത്തിയിരുന്നു. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പലിശയടക്കം 30 ലക്ഷം രൂപ തിരികെ നൽകിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നും ആശയുടെ മാതാവ് പറയുന്നു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരായാണ് ആരോപണം. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രദീപ് കുമാറിനെതിരെയും ബിന്ദുവിനെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. ആശയുടെ മരണത്തിന് പിന്നാലെ ഇരുവരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇത്രയും വലിയ തുകയുടെ കൈമാറ്റം എങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 4 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. നരേന്ദ്രമോദിയാണ് ആദ്യത്തെ പത്രിക ഭരണാധികാരിക്ക് സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിന് മുൻപ് CP രാധാകൃഷ്ണൻ പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധിയുടെ അടക്കമുള്ള നേതാക്കളുടെ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രേരണ സ്ഥലത്തെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അതേസമയം NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് YSR കോൺഗ്രസ് അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പുറപ്പെട്ട കോൺഗ്രസ് നേതാവ് KC ശോഭിതയുടെ യാത്ര വിലക്കി നേതൃത്വം. കോർപ്പറേഷന്റെ സർവകക്ഷി സംഘത്തിൽ നിന്നും UDF അംഗങ്ങൾ അപ്രതീക്ഷിതമായി പിന്മാറി. അതേസമയം സംഘത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നത് DCC അറിയിച്ചത് പ്രകാരമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പാസ്വേഡ് ചോർത്തി മാഫിയ സംഘം നഗരത്തിലെ അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയ സംഭവത്തിൽ 3 വർഷമായിട്ടും അന്വേഷണം പൂർത്തിയായിരുന്നില്ല. തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റപത്രം വേഗം സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘം തീരുമാനിച്ചത്. മേയർ, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർക്കൊപ്പം പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സംഘത്തിലുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി വിലക്കിയതോടെ കോൺഗ്രസ് നേതാവ് KC ശോഭിതയും UDF അംഗങ്ങളും യാത്ര ഉപേക്ഷിച്ചു. അതേസമയം സംഘത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നത് DCC അറിയിച്ചത് പ്രകാരമാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഇത്രയും പ്രധാനമായ കേസിൽ ഇനിയും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിൽ കഴമ്പില്ല. കോൺഗ്രസ് കൗൺസിലർമാർ പോവാനായി ഇറങ്ങിയത് ആശയവിനിമയത്തിലുണ്ടായ പിഴവ് കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണത്താവട്ടെ, പ്ലാൻ കൊടുക്കലാവട്ടെ, ഏത് അഴിമതിയായാലും അതിന് പിന്നെ CPM ആണ്. CPM നടത്തുന്നത് പിണറായി വിജയൻ്റെ തണലിലാണ്. ആ പിണറായി വിജയനത്ത് പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പിന്മാറാൻ പറഞ്ഞത്. തട്ടിപ്പിൽ കുറ്റക്കാരെ കണ്ടെത്താൻ കോർപ്പറേഷൻ അധികൃതർക്ക് താല്പര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിലടക്കം സ്ഥിരം ബഹളമുണ്ടാക്കിയിരുന്നത് UDF അംഗങ്ങളായിരുന്നു. അവരാണിപ്പോൾ സംഘത്തിൽ നിന്നും വിട്ടുനിന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചതിന് പിന്നാലെയാണ് നടപടി.
ഇന്ന് രാവിലെ മുതൽ ചാലക്കുടി പേരാമ്പ്രയിലാണ് സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലാണ് ടാറിംഗ് ആരംഭിച്ചത്. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെയാണ് ടാറിംഗ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ 15 മണിക്കൂറോളം ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. നീണ്ട നേരത്തെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ചാലക്കുടി നഗരം നിശ്ചലമാവുകയും വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ചതോടെ മറ്റ് നിവർത്തികളില്ലാതായതോടെയാണ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രാവിലെ ദേശീയപാതയിലെ കുഴികൾക്ക് സമീപം മണ്ണിട്ട് നികത്തുകയും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ടാറിംഗ് പ്രവർത്തനങ്ങളുമാണ് നിലവിൽ നടക്കുന്നത്. പാലിയേക്കര ടോൾ നിരോധനം 4 ആഴ്ചത്തേക്കാണുള്ളത്. അത് 2 ആഴ്ച പിന്നിട്ടപ്പോഴാണ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത്. 4 ആഴ്ച പൂർത്തിയാക്കുന്ന വേളയിൽ റോഡിലെ കുഴികളെല്ലാം മൂടുക എന്നതാണ് കരാർ കമ്പനിയുടെ ലക്ഷ്യം. അമൃത ന്യൂസ്, തൃശൂർ. കോട്ടയം നഗരത്തിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 4 പേർക്ക് നായയുടെ കടിയേറ്റു. പേ വിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ പിടികൂടി കോടിമതയിലെ ABC സെന്ററിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 11 മണിയോടെ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ് ഭാഗത്തായിരുന്നു സംഭവം. ഇവിടെ 2 പേരെ കടിച്ച നായ മാർക്കറ്റിനുള്ളിലെത്തി ഇവിടെയും ആളുകളെ കടിക്കുകയായിരുന്നു. പിന്നീട് KSRTC ഭാഗത്തേക്ക് തിരികെ എത്തിയ നായ ആളുകളെ ആക്രമിക്കാൻ ഒരുങ്ങിയതോടെ നാട്ടുകാർ ചേർന്ന് പ്രതിരോധിച്ചു. ഒരു 2-3 പേരെ കടിച്ചടിച്ചാണ് പട്ടി ഓടി വരുന്നത്. അന്നേരം വേറെ ഒരു പുള്ളിക്കാരൻ നടന്നു വരുന്ന പുള്ളിക്കാരൻ പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പെട്ടെന്ന് പാമ്പല്ലേ, ഇത് പട്ടിയായിരുന്നു, പ്രായമുള്ള ഒരു പട്ടിയായിരുന്നു. അത് ഒരു അച്ചായൻ നടന്നു വരുമ്പോൾ അച്ചാരോട് പറഞ്ഞാൽ പട്ടി കടിക്കാൻ വരുന്നുണ്ട്, മാറിക്കോളാം. അച്ചായൻ്റെ കമ്മുകയും ചെയ്തു. തുടർന്ന് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കയറിയ നായയെ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരും നഗരസഭ ശുചീകരണ തൊഴിലാളികളും ABC സെന്റർ ജീവനക്കാരും ചേർന്ന് പിടികൂടി കോടിമത ABC സെന്ററിലേക്ക് മാറ്റി. പേവിഷബാധ സംശയിക്കുന്നതിനാൽ നിലവിൽ നായ നിരീക്ഷണത്തിലാണ്. നായയുടെ ആക്രമണത്തിൽ കടിയേറ്റ മുൻ നഗരസഭാ ചെയർമാൻ PJ വർഗീസ് അടക്കം 4 പേർ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മാർക്കറ്റിന് സമീപവും KSRTC ബസ് സ്റ്റാൻഡ് ഭാഗവും തെരുവുനായ്ക്കളുടെ താവളമാണ്. കോട്ടയം TB റോഡിലും മാർക്കറ്റിലും മുൻപും തെരുവുനായ ആക്രമണങ്ങളിൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചെളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗം ബാധിച്ച് ചികിത്സയിലുള്ള മറ്റ് 2 പേരുടെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മലപ്പുറം സ്വദേശിയായ 11-കാരന് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3ആയി. മലപ്പുറം ചേളാരി സ്വദേശിയാണ് 11-കാരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗത്തിൻ്റെ ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് സ്വദേശികളായ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെയും യുവാവിൻ്റെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരൻ്റെ പരിശോധനാ ഫലം വീണ്ടും നെഗറ്റീവായി. താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരൻ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. 2 പരിശോധനകൾ നെഗറ്റീവായിരുന്നു ഫലം. എന്നാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ തുടരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ പാലക്കലിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കൊടുങ്ങല്ലൂർ റോഡിൽ ഓടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരികയായിരുന്ന ഓർഡിനറി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബസ് ഡ്രൈവറുടെ കാൽ സീറ്റിനടിയിൽ കുടുങ്ങി. നാട്ടുകാർ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ബസ്സുകളുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കോഴിക്കോട് വട്ടോളിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരെ എളേറ്റിൽ EH ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എളേറ്റിൽ ഉടുപ്പാറ വഴി നരിക്കുനിയിലേക്ക് പോകുന്ന ബുസ്താന എന്ന ബസ്സാണ് മറിഞ്ഞത്. വട്ടോളി പാലങ്ങാട് റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു. NCERTയുടെ നിർദ്ദേശപ്രകാരമാണ് 2 ഭാഗങ്ങളായി ഓപ്പറേഷൻ സിന്ദൂർ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഒരു ഭാഗം 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും 2ാം ഭാഗം 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുമായാണ് ക്രമീകരിക്കുന്നത്. വിദ്യാഭ്യാസകാലം മുഴുവൻ രാജ്യസ്നേഹവും സൈനികരോടുള്ള ആദരവും ഊട്ടിയുറപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവരാൻ NCERT തീരുമാനിച്ചത്.
3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടുത്തുന്നത്. 3 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ വീരകഥ എന്ന തരത്തിലാണ് ഉൾപ്പെടുത്തുക. അതേസമയം മുതിർന്ന കുട്ടികൾക്കുള്ള ഭാഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അഭിമാനത്തിന്റെയും ധീരതയുടെയും ദൗത്യമെന്നാണ് ഉൾപ്പെടുത്തുക. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് UP തലം വരെയുള്ള പഠനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ പഹൽഗാമിലെ സംഭവത്തിലെ പാകിസ്ഥാന്റെ പങ്കും രാജ്യത്തിന്റെ സമാധാനമില്ലാതാക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഇടപെടലുകളും കൂടി പരാമർശിക്കും. പഹൽഗാം ആക്രമണം, അതിന് ഇന്ത്യ നൽകിയ മറുപടി, സ്വീകരിച്ച നടപടികൾ, സൈനിക ഓപ്പറേഷൻ രീതികൾ എന്നിവ കൂടി മുതിർന്ന ക്ലാസുകളിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകും. തിരിച്ചടിക്കാൻ രാജ്യം ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരണം കൂടി ഉണ്ടാകുമെന്നാണ് സൂചന. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹവും സൈനികരോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കുകയാണ് പാഠ്യപദ്ധതിയിലൂടെ NCERT ഉദ്ദേശിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുചർച്ചയ്ക്ക് ഇട കൊടുക്കരുതെന്ന് ചാണ്ടിയുമ്മൻ. കെ പോൾ ആരാണെന്നറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പോൾ ചെയ്യുന്നത് കണ്ട് ഷോക്കായി. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അനാവശ്യ ചർച്ചകൾ യമനെ കൂടി ബാധിക്കുന്നുവെന്നും ചാണ്ടിയുമ്മൻ കോഴിക്കോട് പറഞ്ഞു. പബ്ലിക് ഡിസ്കഷന് ആരും ഒരു ഇട കൊടുക്കരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ ചർച്ച ചെയ്യുന്ന ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യം പോലും ഈ സമയത്ത് അവിടെ അറിയുകയാണ്. യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ആവശ്യമില്ലാത്തൊരു വിവാദം ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത്. കാരണം ഇത് നമ്മളെ അല്ല, യമനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കോ ഈ ഒരു ഡിസ്കഷൻ ഞാനില്ല. ഇത് അനാവശ്യമായ വിവാദം കഴിഞ്ഞ പ്രാവശ്യവും ചിലരുണ്ടാക്കി. ആ വ്യക്തികൾ തന്നെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഞാൻ പേര് പറയുന്നില്ല ആരുടെയും. പക്ഷേ ഇത് പിന്തിരിയേണ്ട ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറഞ്ഞു. ആരാന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതേപോലെ ഇതാ അടുത്തൊരു വിവാദം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വ്യക്തിയെ ഞാൻ പിന്തുണയ്ക്കുന്നു, എനിക്ക് ആരാന്നറിയില്ല. നിമിഷപ്രിയ വിഷയത്തിൽ താൻ വ്യാജനാണെന്ന പരാമർശം വിഷമിച്ചെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ പോൾ. നിമിഷപ്രിയയെ ഇത്രകാലം മോചിപ്പിക്കാത്തതിൽ വിദേശകാര്യമന്ത്രി മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും കെ പോൾ ചോദിച്ചു. വിഷയത്തിൽ എന്ത് നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. നിമിഷയുടെ മോചനത്തിനായി കാന്തപുരം ശ്രമിച്ചു പരാജയപ്പെട്ടു. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം അഭിനന്ദിക്കുന്നുവെന്നും പോൾ പറഞ്ഞു. യമനിലെ നേതാക്കളുമായി തനിക്ക് ബന്ധമുണ്ട്. നിമിഷപ്രിയയുടെ മോചന ദൗത്യത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത് ദൈവവും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുമാണെന്നും കെ പോൾ പ്രതികരിച്ചു. Honorable Chief Minister of Kerala, did he not write letter to the Honorable Prime Minister Modi ji? Have you ever spoken anything about saving Nimisha, Modi ji? My question to you, what have you done? Vishwaguru ji, ab kya kar raha hai? May 23rd, Honorable Supreme Court issued notice to ban on betting apps. What have you done? On August 1st, I argued before the Honorable Suryakanji Court too. You are secretly passing the bill today, K. Paul's bill. Did I claim to give credit? Why would you not respond August 1st till August 18th from May 23rd? What is that you don't want anybody else to recognize? You failed, Nimisha Priya. We succeeded. പാലാ തൊടുപുഴയിൽ കാറിന് പിന്നിൽ ആംബുലൻസ് ഇടിച്ച അപകടം. ഉച്ചയ്ക്ക് 12:30 മാനത്തൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം. പമ്പിലേക്ക് കാർ തിരിഞ്ഞു കയറുമ്പോൾ പിന്നാലെ വന്ന ആംബുലൻസ് കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അടിമാലിയിൽ നിന്നും രോഗിയുമായി കോട്ടയത്തേക്ക് പോകുകയായിരുന്നു ആംബുലൻസ്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പെട്രോൾ പമ്പിലേക്ക് പാഞ്ഞു കയറിയെങ്കിലും കൂടുതൽ അപകടമുണ്ടായില്ല. പരിക്കേറ്റ കാർ യാത്രികൻ കടനാട് സ്വദേശി സെബാസ്റ്റ്യൻ മാത്യുവിനെ ചെർപ്പുങ്കൽ മാർഷ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. നെഹ്റു ട്രോഫി വള്ളം കളിക്കായി ഇതുവരെ 70 വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തു. 21 ചുണ്ടൻ വള്ളങ്ങളും 49 മറ്റു വള്ളങ്ങളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 21 ഓഗസ്റ്റ് 30 പുന്നമടക്കായലിൽ 71ാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക.